നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹോർമുസ് യുദ്ധക്കളമായി മാറിയിരിക്കെ ട്രംപിനെ വിറപ്പിച്ച് ചൈനയുടെ ഇടപെടൽ. പോർ വിമാനങ്ങളും പടക്കപ്പലുകളും നിരത്തി ഹോർമുസ് വരിഞ്ഞിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. എന്നാൽ ട്രംപ് പ്രഖ്യാപിച്ച നാവിക ഉപരോധം നിലനിൽക്കെ ചൈനീസ് ബന്ധമുള്ള റിച്ച് സ്റ്റാറി ടാങ്കർ ഹോർമുസ് കടലിടുക്കിലൂടെ പുറത്തു കടന്നത് മേഖലയിൽ പരിഭ്രാന്തി പരത്തി. ഉപരോധം ആരംഭിച്ചതിന് ശേഷം കടലിടുക്ക് കടന്ന് ഗൾഫിൽ നിന്ന് പുറത്തു കടക്കുന്ന ആദ്യ കപ്പലായിരിക്കും റിച്ച് സ്റ്റാറി എന്ന് LSEG, മറൈൻ ട്രാഫിക്, കെപ്ലർ എന്നിവയിൽ നിന്നുള്ള ഡാറ്റകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US സംഘം കപ്പൽ ആക്രമിക്കാൻ മുതിർന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ കപ്പൽ ശ്രമം നടത്തിയത്. നേരത്തെ ഫുൾ സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഈ ടാങ്കർ ഇറാന്റെ എണ്ണ ഇടപാടുകൾക്ക് സഹായിച്ചു എന്ന പേരിൽ 2023 തന്നെ അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. ഉപരോധം പ്രാബല്യത്തിൽ വന്ന ഉടനെ ഈ കപ്പൽ ഇറാനിലെ ഖേഷം ദ്വീപിന് സമീപത്തു നിന്ന് തിരിച്ചുപോയിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം തങ്ങൾ ചൈനീസ് ഉടമസ്ഥതയിലുള്ള കപ്പലാണെന്നും ജീവനക്കാർ ചൈനക്കാരാണെന്നും സിഗ്നൽ നൽകിക്കൊണ്ട് വീണ്ടും പുറത്തുവരികയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയുമായി നേരിട്ടുള്ള സംഘർഷത്തിന് അമേരിക്ക മുതിരുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. റിച്ച് സ്റ്റാറിയെ കൂടാതെ എൽപിസ് എന്ന മറ്റൊരു കപ്പലും ഇതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചാർട്ട് കെമിക്കൽ SA ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ നേരത്തെ ഒരു ഇറാനിയൻ തുറമുഖത്ത് അടുത്തിരുന്നതായി കപ്പലുകളെ നിരീക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ ഈ കടുത്ത നീക്കം ഊർജ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വൻ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകുകയും ഇറാനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്ത് ചൈന കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചൈന അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ അതിവേഗ നടപടി സ്വീകരിക്കുന്നതായി തോന്നുന്നു. ട്രംപിന്റെ മിക്ക തീരുമാനങ്ങളും ഇറാനെ മാത്രമല്ല ചൈനയെയും ബാധിക്കുന്നു. അമേരിക്കയുടെ കടന്നുകയറ്റം ഒട്ടും നല്ലതിനല്ലെന്ന് ചൈന ആവർത്തിച്ചു. അടുത്തിടെ ചൈന ഇറാനെ ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന്റെ അനന്തര ഫലങ്ങൾ ഗുരുതരമായിരിക്കും. അവർ ആയുധം കൊടുക്കുമെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതിന് തെളിവ് കിട്ടിയാൽ ചൈനയ്ക്ക് മേൽ 50% താരിഫ് ചുമത്തും. അത് ശരിക്കും ഒരു വലിയ തുകയാണ്. ചൈനയെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം. ട്രംപിന്റെ ഭീഷണികൾക്കിടയിൽ ചൈന ഇറാനോടൊപ്പം പരസ്യമായി നിലകൊള്ളുകയാണ്. ട്രംപിന്റെ നീക്കത്തോട് പ്രതികരിച്ചുകൊണ്ട് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് ജുങ് പറഞ്ഞു, ലോകത്തിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ബീജിംഗ് പ്രതിജ്ഞാബദ്ധമാണ്. മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ നിരന്തരം കടന്നു പോകുന്നുണ്ട്. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ കരാറുകളുണ്ട്. ഞങ്ങൾ അവയെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. മറ്റാരും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഞങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് മേഖലയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കും. ഹോർമുസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രിക്കുന്നു. അത് ഞങ്ങൾക്ക് തുറന്നിരിക്കുന്നുവെന്നും അദ്ദേഹം കർശനമായി പറഞ്ഞു. പാകിസ്ഥാനിൽ നടന്ന US ഇറാൻ ചർച്ചകൾ അനിശ്ചിതത്വത്തിൽ കലാശിച്ചതിനെ തുടർന്ന് ലോകത്തിന്റെ എണ്ണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാത ഉപരോധിക്കാൻ US ഈ കടുത്ത നടപടി സ്വീകരിച്ചത്. ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്തൃ രാജ്യമാണ് ചൈന. അതിനാൽ ഈ ഉപരോധം ചൈനയുടെ ഊർജ വിതരണത്തെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കയറ്റുമതിയിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും ഇറാന്റെ വരുമാനത്തെ മാത്രമല്ല ചൈനയുടെ എണ്ണ വിതരണത്തിനും കാര്യമായ ഭീഷണി ഉയർത്തും. ഇത് ചൈനീസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ട്രംപിന്റെ ഭീഷണിയിൽ ചൈന അസ്വസ്ഥരാകുന്നത്. ഇറാനുമായുള്ള US യുദ്ധമായാലും വെനസ്വേലയിലെ ആക്രമണമായാലും ചൈന എല്ലായ്പ്പോഴും ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഇറാനെ പരസ്യമായി പിന്തുണച്ചിരിക്കുന്നത്. അവരുടെ ഊർജ സുരക്ഷ അപകടത്തിലായതിനാലാണ് ഇറാനെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായ ആ ഒരു നിലപാടെടുത്തുകൊണ്ട് ചൈന രംഗത്തേക്ക് വന്നത്. വെനസ്വേലൻ എണ്ണയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ട്രംപ് മുൻപ് ചൈനയെ ലക്ഷ്യം വെച്ചിരുന്നു. ഇറാനിയൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവും ചൈനയാണ്. അതിനാൽ ഇറാനെ ആക്രമിക്കുന്നതിലൂടെ ട്രംപ് ഒരു കല്ലുകൊണ്ട് 2 പക്ഷികളെ അടിച്ചിടുകയാണ്. എന്നാൽ അതിമാരകമായ പ്രഹരം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് വെല്ലുവിളിച്ചുകൊണ്ടാണ് ചൈന ഇപ്പോൾ പരസ്യമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇറാനെ പിന്തുണച്ച് ചൈന രംഗത്തേക്ക് വന്നതോടെ പണി കുറച്ചുകൂടിയെന്ന നിലപാടിലാണ് ഇസ്രയേൽ.
ഇറാൻ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന ചൈനയോടും ആക്രമിക്കാൻ രഹസ്യ വിവരങ്ങൾ കൈമാറി സഹായിക്കുന്ന റഷ്യയോടും ഇടഞ്ഞു നിൽക്കുകയാണ് ഇസ്രയേൽ. ആത്യന്തികമായി ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാനെ സഹായിക്കുന്നവർ ഞങ്ങൾക്കും ശത്രുക്കളാണെന്നാണ്. ഒരു വഴിക്കൂടെ ഹോർമുസിൽ പിടിമുറുക്കി ഇറാനെ വരിഞ്ഞ് അമേരിക്ക നിൽക്കുന്നു. മറ്റൊരു വഴിക്കൂടെ വ്യോമാക്രമണം ശക്തമാക്കി ഇറാനെ അടിച്ചിടുകയാണ് ഇസ്രയേലും. ഇതിനിടയിൽ ഹോർമുസിൽ അമേരിക്ക നേരിട്ടിറങ്ങിയതോടെ ചൈനയും റഷ്യയും കളത്തിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു. കാരണം ചൈനയ്ക്ക് എണ്ണ കിട്ടിയേ തീരൂ. അതിന് വിലങ്ങുതടിയായി അമേരിക്ക നിൽക്കുകയാണെങ്കിൽ ശക്തമായി രംഗത്തേക്കിറങ്ങാൻ ചൈനയും തയ്യാറെടുക്കുന്നു. അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ പ്രതികരണവുമായി അറബ് രാജ്യങ്ങൾ എത്തുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ല എന്ന് UAE പ്രഖ്യാപിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഹോർമുസിനെ മോചിപ്പിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും UAE വ്യക്തമാക്കി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി മനാമയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാൻ ആക്രമണങ്ങളെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ പങ്കെടുക്കണമെന്ന് ഖത്തർ ഇറാനോട് ആവശ്യപ്പെട്ടു. ചർച്ചകളിൽ സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. ഹോർമുസ് തുറക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ഇസ്ലാമാബാദ് ചർച്ച പരാജയപ്പെട്ടത് US-ന്റെ അന്യായ ആവശ്യങ്ങളും ഉപരോധവും മൂലമാണെന്ന് അരാഗ്ജി മറുപടി പറഞ്ഞു. US സെൻട്രൽ കമാൻഡ് നൽകിയ അറിയിപ്പ് പ്രകാരം ഒമാൻ തീരം, ഹോർമുസ് കടലിടുക്ക് എന്നിവിടങ്ങളിലാണ് കപ്പൽ ഉപരോധമെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഇറാന്റെ നടപടി സാമ്പത്തിക തീവ്രവാദമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. ഇതേ നിലപാട് തുടർന്നാൽ ഇറാന്റെ ഒരു കപ്പലുകളും ഹോർമുസ് കടക്കില്ല. എന്നാൽ ഇറാനുമായി സമാധാന ചർച്ചകൾ തുടരുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഇസ്ലാമാബാദിലെ പരാജയപ്പെട്ട സമാധാന ചർച്ചകൾക്ക് ശേഷം തിരിച്ചെത്തിയ ശേഷമായിരുന്നു വാൻസിന്റെ ഈ ഒരു പ്രസ്താവന. രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് സമാധാനപരമായ ചർച്ചകൾ തുടരണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാന്റെയും പ്രതികരണം. ഇതിനിടെ തല പിളരുന്ന ഒരടി US-ൽ നിന്ന് ഇറാന് കിട്ടിയിട്ടുണ്ട്. വിദേശ ബാങ്കുകളിലുള്ളതും നിലവിൽ മരവിപ്പിച്ച് നിർത്തിയതുമായ ഇറാന്റെ $6000 കോടി മതിക്കുന്ന, അതായത് ഏകദേശം 56,000 കോടി രൂപ ആസ്തികൾ വിട്ടുകൊടുക്കാൻ ട്രംപ് ഭരണകൂടം സമ്മതിച്ചു എന്ന റിപ്പോർട്ട് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിയൻ അധികൃതരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആയിരുന്നു ഫണ്ട് വിട്ടുകൊടുക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തത്. 2018 ഈ $600 കോടി ആസ്തി US മരവിപ്പിച്ചത്. തുടർന്ന് ഇറാനും US-ഉം പരസ്പരം തടവുകാരെ കൈമാറുന്നതിന്റെ ഭാഗമായി 2023 തുക വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ സമയത്താണ് ഹമാസ് ഇറാന്റെ പിന്തുണയോടെ ഇസ്രയേലിൽ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ച് ബൈഡൻ ഭരണകൂടം വീണ്ടും ഈ തുക മരവിപ്പിച്ചു.